ശ്രീകുമാർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സേഫ്റ്റി ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫയർ ഓഡിറ്റിൽ ഈ പറയുന്ന എല്ലാ അപര്യാപ്തതകളും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഫയർ ഓഡിറ്റിൽ ചൂണ്ടിക്കാണിക്കുന്ന വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവിടെ നിൽക്കുന്നു. അത് വേണമെങ്കിൽ ഒരു അഗ്നിബാധ ഉണ്ടായാൽ മതിയായ നിലയിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പോലും കഴിയില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, മെയിൻ്റനൻസ് നടക്കുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ലിഫ്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കമ്പനി, അതല്ലെങ്കിൽ എല്ലാ കൃത്യമായി പീരിയോഡിക്കായി മെയിൻ്റനൻസ് നടത്തേണ്ട സംവിധാനങ്ങളാണ് ഇവയൊക്കെ. അത് ചെയ്യാത്തത് കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും തകരാറിലാകാം. അതിനകത്തുള്ള സേഫ്റ്റി മെഷേഴ്സ്, ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ SOS എന്നുള്ള നിലയിൽ ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ പോലും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രിയായാലും മറ്റേത് സ്ഥാപനമായാലും അത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഏജൻസികളുടെ അംഗീകാരവും അനുവാദവും ഒക്കെ വാങ്ങാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഓഡിറ്റും മറ്റു സംവിധാനങ്ങളും ഇല്ല. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിങ്ങിനും ഇത്തരത്തിൽ സേഫ്റ്റി സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും പിന്നീട് വാങ്ങിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു ഓഡിറ്റും ഈ നിമിഷം വരെ നടന്നിട്ടുള്ളതായിട്ടും എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിഫ്റ്റായാലും രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന OP, ആ OP 7 മണിക്ക് തുടങ്ങിയാൽ 3 മണിയോടുകൂടി ഈ OP അവസാനിക്കും. സാധാരണ ചിലപ്പോൾ കൂടുതൽ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 5 മണി വരെ. അതോടുകൂടി മൊത്തം ആൾക്കാരും പിരിഞ്ഞു പോകും, ഡോക്ടർമാരും സ്റ്റാഫുകളും പിരിഞ്ഞു പോകും. അതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം, ഒരു സാർജൻറ്റിന് ചുമതലയുണ്ട്. എല്ലാ സ്ഥലത്തും പോയി കമ്പ്യൂട്ടറും ഫാനും ലൈറ്റും നമ്മുടെ ലിഫ്റ്റും ഉൾപ്പെടെ നോക്കി പരിശോധിച്ചിട്ട് അത് പൂട്ടി, ലിഫ്റ്റ് ഉൾപ്പെടെ പൂട്ടി സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ട് ഏൽപ്പിക്കണം എന്നുള്ളതാണ് ചുമതല. അപ്പോൾ ആ ചുമതല അവിടെ കൃത്യമായി നിർവഹിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ലിഫ്റ്റ് മുകളിൽ നിൽക്കുന്നത് കാണാം. ഇത് താഴെയല്ല മുകളിലുമല്ല എന്നുള്ള നിലയിൽ തൃശങ്കൂരിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ലിഫ്റ്റ് 2 ദിവസമായിട്ട് ആരും കണ്ടില്ല. അത് പരിശോധന അവിടെ നടക്കുന്നില്ല എന്ന് ഒന്ന്. 2, ഈ ഓർത്തോയിലും കാർഡിയോളജി വിഭാഗത്തിലും രോഗികൾക്ക് നടന്ന സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ നിലയിൽ പോകാൻ ഒരു കാരണവശാലും പറ്റില്ല. കാലൊടിഞ്ഞവരും നട്ടലൊടിഞ്ഞവരും ഹാർട്ട് പേഷ്യൻറ്റും ഒക്കെയാണ് ഈ ലിഫ്റ്റ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ ലിഫ്റ്റ് നമ്മുടെ ട്രോളി ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അത് ശനിയാഴ്ച വർക്കിംഗ് ഡേയിൽ പോലും സ്റ്റക്കായി നിന്നിട്ട് പോലും അത് നോക്കാൻ ഒരു മനുഷ്യനുണ്ടായില്ല. അതിൻ്റെ ദുരന്തം അന്ന് അവിടെ വന്ന മുഴുവൻ കാർഡിയോളജി പേഷ്യൻറ്റും ഓർത്തോ പേഷ്യൻറ്റും അനുഭവിച്ചു. എന്നിട്ട് പോലും അതൊന്ന് ശ്രദ്ധിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരാൾ പോലും ഉണ്ടായില്ല. അപ്പോൾ ഈ തരത്തിൽ അവിടെ നാഥനില്ല മുമ്പ് ഒരാൾ സംസാരിച്ചതുപോലെ ഞാൻ മറ്റൊരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോഴും ഈ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ ആശുപത്രിക്ക് ഒരു സൂപ്രണ്ടുണ്ട്. ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ 2 ഒഴിവുകൾ വർഷങ്ങളായി നികത്തിയിട്ടില്ല. മറ്റൊന്ന് RMO, അദ്ദേഹം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി, പകരം ആളില്ല. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദപ്പെട്ട അധികാരികൾ തൽസ്ഥാനത്തില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പിനും ആരോഗ്യ മന്ത്രിക്കും ഇത്തരത്തിൽ ആശുപത്രി കുത്തഴിഞ്ഞു പോകുന്നതിൽ കൃത്യമായ ബാധ്യതയും ഉത്തരവാദിത്വവും മന്ത്രി ഉൾപ്പെടെ ഈ ആരോഗ്യ വകുപ്പിനുണ്ട്. അവർ ഇതേ സംബന്ധിച്ച് മന്ത്രി എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് വന്നൊരു മിന്നൽ പരിശോധന നടത്തുന്നു, പത്രങ്ങളിൽ വാർത്ത വരുന്നു, തിരിച്ചു പോകുന്നു. അതോടൊപ്പം ഈ ആശുപത്രിയെ തകർക്കുന്ന മറ്റൊരു കാര്യം കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്, മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ജീവനക്കാരെ, ഡോക്ടർമാരെ, പ്രൊഫസർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അനുദിനം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ 20-25 വർഷമായ ലിഫ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ 50 ലക്ഷം വെച്ച് 2 പ്രാവശ്യം തുക അനുവദിച്ചു, സർക്കാർ അനുവദിച്ചു. പക്ഷേ പുതിയ 2 ലിഫ്റ്റ് വാങ്ങാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞില്ല. കാരണം അവിടെ താൽക്കാലികമായും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ലിഫ്റ്റ് വാങ്ങേണ്ട പണം കൂടി എടുത്ത് ശമ്പളം കൊടുത്തു. ഇതാണ് കഴിഞ്ഞ മാസം അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ ഓരോ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി.